പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ഒരു രോഗമാണ് എന്നുള്ളതാണ്. പക്ഷെ അതൊരു രോഗലക്ഷണമാണ് എന്ന് നമുക്കറിയാം. യഥാർത്ഥത്തിൽ എന്താണ് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്? മഞ്ഞപ്പിത്തം ഒരു ലക്ഷണം മാത്രമാണ്. മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ ബ്ലഡിൽ ബിലിറൂബിൻ്റെ അളവ് ആവശ്യത്തിൽ ഉള്ള സാധാരണയിലധികം കൂടുന്ന ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ ജോണ്ടിസ് എന്ന് പറയുന്നത്. ഈ ജോണ്ടിസ് ഉണ്ടാകുന്നത് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊന്ന് കരളിനെ ബാധിക്കുന്ന പലതരം അസുഖങ്ങളാണ്. കരളിൻ്റെ അണുബാധയാവാം, കരളിന് ചില ടോക്സിൻസ് വഴിയാവാം, പല കാരണങ്ങളൊക്കെയുണ്ട്, ഒരുപാട് കാരണങ്ങൾ. അണുബാധകളിൽ ഏറ്റവും പ്രധാനം ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി, സി ഒക്കെയാണ്. അതിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഹെപ്പറ്റൈറ്റിസ് എ എന്നുള്ള വൈറസ് ബാധയാണ്. മറ്റ് പല കാരണങ്ങളെ കൊണ്ട് ലിവറിൻ്റെ പ്രവർത്തനശേഷി നശിക്കുമ്പം മഞ്ഞപ്പിത്തം വരാം. പിന്നെ മറ്റു കാരണങ്ങളുമുണ്ട്. ബ്ലഡിൻ്റെ ചുവന്ന രക്താണുക്കൾ പെട്ടെന്ന് കൂടുതൽ നശിക്കുമ്പോൾ ജോണ്ടിസ് വരാം, ഹീമോളിറ്റിക് ജോണ്ടിസ് എന്ന് പറയും. അതുപോലെ പിത്താശയത്തിൽ നിന്നുള്ള പിത്തദ്രാവകം ഒഴുകുന്ന ട്യൂബുകൾ ബ്ലോക്കായാൽ ജോണ്ടിസ് വരാം, ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് പറയും. അതൊന്നുമല്ല നമ്മുടെ വിഷയം. ഇപ്പം കണ്ണിൽ മഞ്ഞനിറം കാണുന്നതിൽ നമ്മളിപ്പം ചർച്ച ചെയ്യുന്ന വിഷയം ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന വൈറസ് ബാധയെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതെ, സാർ പറഞ്ഞതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് എ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം, ഈ നമ്മൾ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഒരുപാട് കേസുകൾ ഈ അടുത്തായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു മഴക്കാലം എന്നുള്ളത് ഹെപ്പറ്റൈറ്റിസ് എക്ക് വ്യാപിക്കാനുള്ളൊരു സിറ്റുവേഷൻ നൽകുന്ന ഒന്നാണോ? അതെ, കാരണം എന്താ വെച്ചാൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഈ അണുക്കൾ ഉണ്ടാവുക മലത്തിലാണ്. രോഗം ബാധിച്ച അല്ലെങ്കിൽ രോഗാണു ശരീരത്തിൽ കടന്ന ഒരാളുടെ മലത്തിൽ ഇതിൻ്റെ അണുക്കളുണ്ടാവും. അത് കടന്ന ആൾക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാവണമെന്നുമില്ല. ഒരു 4 ആഴ്ച വരെയൊക്കെ അയാളുടെ മലത്തിൽ ഇതിൻ്റെ അണുക്കളുണ്ടാവും. രോഗം ബാധിച്ചാലും രോഗലക്ഷണങ്ങൾ കാണാതെ റിക്കവർ ചെയ്യുന്നവരുമുണ്ട്. രണ്ടുപേരുടെയും ഏത് തന്നെയായാലും ഈ അണുക്കൾ ഉള്ളിൽ കടന്നാൽ അത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് മലത്തിൽ ഇതിൻ്റെ അണുക്കൾ വിസർജിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ വൃത്തിയില്ലാതെ, അത് മലവിസർജനത്തിന് ശേഷം കൈ സോപ്പിട്ട് കഴുകാതെ ആ കൈ കൊണ്ട് ഭക്ഷണ സാധനങ്ങൾ എടുത്തു കൊടുക്കുക, അല്ലെങ്കിൽ പച്ചക്കറികളും മറ്റൊക്കെ കൈകാര്യം ചെയ്യുക, അങ്ങനെയാണ് ഭക്ഷണത്തിലെത്തുന്നത്. അതുകൂടാതെ അവരുപയോഗിക്കുന്ന സെപ്റ്റിക് ടാങ്ക്, ടോയ്ലറ്റിൽ നിന്ന് സെപ്റ്റിക് ടാങ്കും കിണറും തമ്മിലുള്ള ദൂരം കുറവാണെങ്കിൽ അവിടെയും എത്തും. എങ്ങനെയെങ്കിലുമൊക്കെ വൃത്തിയില്ലാത്തതുകൊണ്ടും വ്യക്തി ശുചിത്വം ഇല്ലാത്തതുകൊണ്ടും പരിസര ശുചിത്വം ഇല്ലാത്തതുകൊണ്ടും കുടിവെള്ളം അല്ലെങ്കിൽ ഭക്ഷണം ഇതിൽ ഈ അണുക്കൾ എത്തിപ്പെടുന്നു. അതുവഴിയാണ് നമ്മൾ ശരീരത്തിൽ കിടക്കുന്നത്. ശരി സാർ, നമുക്കൊരു